Students, today we are going to discuss about the second chapter, cell clusters. What is meant by cell clusters? Group of cells are called cell clusters. All organs are made up of cells, but how different are eyes, nose and tongue? അവർ പറയുന്നത് all organs are made up of cells, but what are the difference between the cells in the eyes, nose and tongue? ഐസിലെയും നോസിലെയും ടങ്ങിൻ്റെ ഒക്കെ സെൽസ് ഡിഫറൻസ് ഉണ്ടല്ലോ, എന്താണ് കാരണം എന്ന് ഈ കുട്ടി ചിന്തിക്കുന്നൊരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിഡ് യു നോട്ടീസ് ഉണ്ണിക്കുട്ടൻസ് ഡൗട്ട്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഉണ്ണിക്കുട്ടൻ്റെ ഡൗട്ട് നമ്മൾ കണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഐസിൽ, നമുക്കറിയാം ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. എന്നിട്ടും എന്താണ് ഡിഫറൻസ്? എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ്? ഓക്കെ, എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്തുകൊണ്ടാണ്? ദ ഓർഗൻസ് പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അല്ലേ? ഓരോ ഓർഗനും ഡിഫറെൻറ്റ് ഫങ്ഷനാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് സെൽസ് ഓരോ ഓർഗനിലുള്ളത്. ഐയിലുള്ള സെല്ലല്ല നോസിലുള്ളത്, നോസിലുള്ള സെല്ലല്ല ടങ്കിലുള്ളത്. എന്താണ്? ടങ്കിൽ നമ്മുടെ ഫങ്ഷൻ എന്താണ്? ടേസ്റ്റ് അല്ലേ? നോസിൽ എന്താണ്? നോസിൽ സ്മെൽ അറിയാനാണ്. ഐസിലോ? ഐസിൽ വിഷനാണ് സഹായിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം? സിംഗിൾ ടൈപ്പ് ഓഫ് സെൽസ് വേണം എല്ലായിടത്തും? അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ടെങ്കിലേ ഡിഫറെൻറ്റ് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ റീസൺ. Are the same type of cells seen in all parts of the body? Analyze the illustrations and the descriptions given below and write down the inferences in your science diary. ബോഡിയുടെ പാർട്സിലെല്ലാം ഒരേ ടൈപ്പ് സെൽസ് ആണോ കാണുന്നത്? അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ നോക്കിയിട്ട് അത് നമുക്ക് നോക്കാം. ബ്രെയിനിൽ എന്താ കാണുന്നത്? നെർവ് സെൽസ്. ബോൺസിൽ ബോൺ സെൽസ്. മസിൽസിൽ മസിൽ സെൽസ്. ആൻഡ് ബ്ലഡിൽ ബ്ലഡ് സെൽസ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഓർഗൻസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ് കാണുന്നത്. ദേ പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് പേജ്. ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. ഡൈവേഴ്സിറ്റി എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഈച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. There are about 200 different kinds of cells like nerve cells, muscle cells, blood cells, bone cells, etc. in human body. Human body about 200 different kinds of cells കാണുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് മില്യൺസ് ഓഫ് സെൽസ് കാണാം. നെക്സ്റ്റ്, വാട്ട് എ വണ്ടർ അവർ ബോഡീസ്. How do millions of such cells functions effectively without getting messed up? എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാതെ ഇങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഈ കുട്ടി വണ്ടർ അടിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടിൽ, യെസ് ദ ഹ്യൂമൻ ബോഡി ഈസ് ഇൻഡീഡ് എ വണ്ടർ. ഒരു വണ്ടർ തന്നെയാണ്. The well-being of the human body depends on the systematic and regulated action of the cells. സെൽസിൻ്റെ സിസ്റ്റമാറ്റിക്കും റെഗുലേറ്റഡും ആയിട്ടുള്ള ആക്ഷനാണ് ഇതിനെ സഹായിക്കുന്നത്. സിമിലർ സെൽസ് ഫങ്ഷൻസ് ടുഗെദർ ഇൻ ഗ്രൂപ്പ്സ് നോട്ട് സെപ്പറേറ്റ്ലി. സിമിലർ സെൽസ് എല്ലാം കൂടി ചേർന്നിട്ട് സിമിലർ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നു. Such clusters of cells are called tissues. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് പറയുന്നത് ടിഷ്യൂസ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോം സിമിലർ ഫങ്ഷൻസ് ആൻഡ് seen in groups are called tissues. Okay, next we are going to discuss about tissues. Tissues are group of similar cells that have a common origin
and perform specific function. Definition of tissues, what is that? Group of similar cells that have a common origin. ഒരു കോമൺ ആയിട്ടുള്ള ഒറിജിൻ ഉണ്ട് അതിന്. ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. There are different kinds of tissues in multicellular organisms like plants and animals. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. Unicellular means single celled organisms are called unicellular, and multicellular organism means more than one cells are called multicell. അല്ലേ? മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസിൽ മോർ ദാൻ വൺ സെൽസ് ആണ് കാണുന്നത് അല്ലേ? അങ്ങനെയുള്ള ഓർഗാനിസം ഏതൊക്കെയാണ്? പ്ലാന്റ്സും ആനിമൽസും. അപ്പോൾ ആനിമൽസിലും പ്ലാന്റ്സിലൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ആണ് കാണുന്നത്. The coordinated action of these tissues help in performing different physiological functions effectively. ഒരുപാട് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് അത് ചെയ്യുന്നുണ്ട്. Have you observed the muscle cells and nerve cells in illustration 2.1? Though both are cells, they differ so much in appearance. What may be the reason for the differences? How do these differences influence the physiological functions? Conduct a discussion on the description given below on the basis of the indicators. 2.1 ഈ പിക്ചറിൽ കാണിക്കുന്നത് നമുക്കറിയാം. ഇതിൽ ഓരോതും എല്ലാതും സെൽസ് തന്നെയാണ്. ഇതൊക്കെ സെൽസ് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അപ്പിയറൻസ് അതിനെ കാണാൻ തന്നെ വ്യത്യാസമാണ് അല്ലേ? അതിൻ്റെ സ്ട്രക്ചർ തന്നെ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് ഓൾസോ ഡിഫറെൻ്റ് അല്ലേ? എന്തുകൊണ്ടാണെന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അല്ലേ ഇവിടെ? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടെക്സ്റ്റിൻ്റെ അടുത്ത ഭാഗം ഇവിടെ അതൊരു ഇത്തിരി മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ടീച്ചർ അത് വേറെ ഭാഗത്തു നിന്ന് പുസ്തകത്തിൻ്റെ വേറെ ഭാഗത്തു നിന്ന് എടുത്ത് കാണിക്കുകയാണ്. അത് നമുക്ക് നോക്കാം. ഇത്തിരി ഡാമേജായി പോയി. നമുക്ക് നോക്കാം. അതിൽ ഒരു നമുക്കറിയാം ഫീറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ യൂട്രസിലുണ്ടാകുന്ന, അതായത് ഗർഭപാത്രത്തിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ ഒരു കുഞ്ഞ് രൂപപ്പെടുന്ന ആയ സെൽസിനെയാണ് എന്താ പറയുക? ഫീറ്റസ്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ ഇവിടെ എങ്ങനെയാണ് ആ സെൽസ് ഉണ്ടാകുന്നത് നോക്കാം. സൈഗോട്ട്, സിംഗിൾ സെൽഡ് ആണ് ഈ സൈഗോട്ട്. അൺഡിഫറൻഷ്യേറ്റഡ് സെൽ. അൺഡിഫറൻഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് വിഭജിച്ചിട്ടില്ല, ഒറ്റ സെല്ലാണത് സൈഗോട്ട് അല്ലേ? സൈഗോട്ട് എന്താണ്? ഡിവിഷൻ വഴി കണ്ട കുറേ സെല്ലായി മാറി. ഈ ഒറ്റ സെല്ല് കുറേ സെൽസായി മാറി. ഫീറ്റൽ സെൽസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ സൈഗോട്ട് എന്നുള്ള പേര് മാറി ഇതിൻ്റെ സെൽസിൻ്റെ പേര് ഫീറ്റൽ സെൽസ്. പാർഷ്യലി ഡിഫറൻഷിയേറ്റഡ് സെൽസ്, അതായത് പകുതി മാത്രം വിഭജനം നടന്ന സെല്ലാണിത്. ഡിവൈഡ് ചെയ്ത സെല്ലാണ്. എന്നിട്ട് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആദ്യം ഒരു സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് എന്തായി മാറി? ഗ്രൂപ്പ് ഓഫ് സെല്ലുള്ള ഫീറ്റൽ സെല്ലായി മാറി. ഫീറ്റൽ സെല്ലിൻ്റെ ഓരോരോ പാർട്ടുകൾ എന്തായി മാറി? നെർവ് സെൽസായി, ബോൺ സെൽസ്, ബ്ലഡ് സെൽസ്, മസിൽ സെൽസ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ലായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറൻഷ്യേറ്റഡ് സെല്ലായി മാറി. എന്നിട്ടാണ് അതെന്തായി മാറുന്നത്? ഒരു മനുഷ്യജീവി അല്ലെങ്കിൽ ഓർഗാനിസായിട്ട് മാറുന്നത് അല്ലേ? അപ്പോൾ ഓർഗാനിസം ആദ്യം എന്തായിരുന്നു? ഒരു സിംഗിൾ സെൽഡ് ആയിരുന്നു. പിന്നെ മൾട്ടി സെല്ലായി. മൾട്ടി സെല്ലിൽ തന്നെ അതിൻ്റെ ഓരോ ഭാഗവും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലായി മാറി അല്ലേ? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡാമേജ് വന്നാണ് ടീച്ചർ അത് മാറ്റുകയാണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതിൽ താഴെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫോർമേഷൻ ഓഫ് ഫീറ്റസ്. എന്താണ്, എങ്ങനെയാണ് ഫീറ്റസ് ഫോം ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളെ ആൻസർ ഇതാണ്. സൈഗോട്ട്, അൺഡിഫറൻഷ്യേറ്റഡ് സെൽസ് ഓഫ് സൈഗോട്ട് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഫീറ്റൽ സെൽ എന്നാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. സിഗ്നിഫിക്കൻസ് ഓഫ് സെൽ ഡിഫറൻഷ്യേഷൻ. എന്തിനാണ് സെൽ ഡിഫറൻഷ്യേഷൻ സിഗ്നിഫൈ ചെയ്യുന്നത്? എന്ത് ഹെൽപ്പാണ് ചെയ്യുന്നത്? സെൽ ഡിഫറൻഷ്യേഷൻ ഉണ്ടായാലാണ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഉണ്ടാവുകയും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്കിതിൽ നിന്ന്
ഒരു കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊന്ന് നോക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതാം. അത് നമ്മളൊരു ചെറിയ ഒരു നോട്ട്സ് വഴി നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ എഴുതേണ്ടത്, ഹൗ മെനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആർ അപ്രോക്സിമേറ്റ്ലി ഫൗണ്ട് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ എത്ര സെൽസ് ഏകദേശം കാണുന്നുണ്ട്, എത്ര ടൈപ്പ് ഓഫ് സെൽസ് കാണുന്നുണ്ട് അല്ലേ? ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 200 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. 200 ടൈപ്പ് ഓഫ് സെല്ല്, 200 ടൈപ്പ് ഓഫ് സെൽസ് കാണുന്നുണ്ട് അല്ലേ? അതിൽ കുറച്ച് ടൈപ്പാണ് കാണിച്ചേക്കുന്നത്. ബോൺ സെൽ, എക്സാമ്പിൾ ബോൺ സെൽ, മസിൽ സെൽസ്, ബ്ലഡ് സെൽസ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, cell is the structural and functional unit of an organism. Does each cell function independently? ഓരോ സെല്ലും ഓരോ ടൈപ്പിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? നോ. The different activities are undertaken by a group of similar cells. സിമിലർ സെൽസ് ഒരുമിച്ച് ചേർന്നിട്ട് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ആണ് പെർഫോം ചെയ്യുന്നത്. There are many such group of cells in the body. These are called ടിഷ്യൂസ്. അതിനെയാണ് ടിഷ്യൂസ് എന്ന് നമ്മൾ പറയുന്നത്. ഹൗ ക്യാൻ യു ഡിഫൈൻ ടിഷ്യൂസ്? ടിഷ്യൂസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറയുന്നു. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. അല്ലേ? നമ്മൾ പറഞ്ഞു കോമൺ ഒറിജിനും സ്പെസിഫിക് ഫങ്ഷനും ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഗ്രൂപ്പ് ഓഫ് നെർവ് സെൽസ്, നെർവ് ടിഷ്യൂ. ഗ്രൂപ്പ് ഓഫ് മസ്കുലാർ സെൽസ്, മസിൽ ടിഷ്യൂ. ഓക്കെ, മസ്കുലാർ ടിഷ്യൂ. അപ്പോൾ ടിഷ്യൂസിൻ്റെ പേരുകളൊക്കെ പറയാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് നെർവ് സെൽസ് ചേർന്നിട്ട് നെർവ് ടിഷ്യൂ എന്ന് പറയും നമ്മൾ. ഗ്രൂപ്പ് ഓഫ് മസ്കുലാർ സെൽസ് ചേർന്നിട്ട് നമ്മൾ എന്ത് പറയും? മസ്കുലാർ ടിഷ്യൂസ്. ഓക്കെ. ഇനി ഹൗ ഈസ് ഫീറ്റസ് ഫോംഡ്? നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫീറ്റസ് ഫോം ചെയ്യുന്നത്. ദ സൈഗോട്ട് ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. മെയിലും ഫീമെയിലിൻ്റെ ഗാമേറ്റ് തമ്മിൽ യുണൈറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന സെല്ലിനെ പറയുന്നതാണ് സൈഗോട്ട്. സൈഗോട്ട് റിപ്പീറ്റഡ്ലി ഡിവൈഡ്സ് ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് സെൽസ് വിത്ത് ഡിഫറെൻറ്റ് സൈസ്, ഷേപ്പ് ആൻഡ് കണ്ടന്റ് ആർ. നമുക്ക് സൈഗോട്ട് റിപ്പീറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്താവുന്നത്? കണ്ടന്റ് ആർ ഫോംഡ്. ദിസ് ഗ്രൂപ്പ് ഓഫ് സെൽ ഈസ് കോൾഡ് ഫീറ്റസ്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഫീറ്റസ് എന്ന് പറയുന്നത് അല്ലേ? നെക്സ്റ്റ്, വാട്ട് ഈസ് സെൽ ഡിഫറൻഷിയേഷൻ? എന്താണ് സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്? ദ സെൽസ് ഓഫ് ഫീറ്റസ് ഗ്രാജുവലി വാരി ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. This process is called cell differentiation. Different organs are formed as a result of differentiation. This is the importance of differentiation. നമുക്ക് മനസ്സിലാവും അത് വായിക്കുമ്പോൾ. ടീച്ചർ കുറേ തവണ പറഞ്ഞാണ്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ആൻസറുമാണ് നമ്മൾ നോട്ടിലേക്ക് എഴുതേണ്ടത്. പിന്നെ അടുത്ത ഒരു ഭാഗമായിട്ട് അടുത്ത ദിവസം നമ്മൾക്ക് കാണാം. എല്ലാവരും നോട്ട്സൊക്കെ ക്ലിയറായി വയ്ക്കുക. കൂടാതെ ഈ പിക്ചറൊന്ന് വരച്ച് വെച്ചോളൂ കേട്ടോ. ഓക്കെ.